ഒരു ദിവസം ഒരു വാപ്പ പറഞ്ഞൊരു കഥയുണ്ട്. ആ വാപ്പാനോട് മകൻ 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം മകന്റെ വാശി, അവനൊരു ബൈക്ക് വേണം. അവസാനം ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങി ആ വാപ്പ മകനൊരു ബൈക്ക് വാങ്ങി കൊടുത്തു. മകന്റെ ബൈക്ക് കണ്ടപ്പോ ബൈക്ക് കിട്ടിയതിന്റെ പിറ്റേന്ന് ആ വാപ്പ പുറത്തേക്കിറങ്ങാൻ നേരത്ത് മകനോട് പറഞ്ഞു, മോനെ, ഈ വാപ്പാനെ ഒന്ന് ആ ഹോസ്പിറ്റലിൽ ഒന്ന് ഇറക്കിത്താ, എന്റെ വാപ്പാന്റെ കൂടെ ഈ ഒന്ന് വാ. ഏതായാലും വാഹനം വിളിച്ചു പോകണ്ട, ബസ് കയറി ബുദ്ധിമുട്ടി പോകാനും വാപ്പാക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മോനെ, നീ വാപ്പാന്റെ കൂടെ ഒന്ന് വാന്ന് പറഞ്ഞപ്പോ മകൻ തിരിച്ചു പറഞ്ഞു, വാപ്പ, എനിക്ക് ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ട്, എന്റെ പുതിയ ബൈക്ക് കാണാനും എന്റെ ചെലവിനും അവര് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വാപ്പ ബസ്സിന് പോയിക്കോ എന്ന് വാപ്പായോട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സംസാരിച്ച ആ മകൻ ബൈക്ക് എടുത്തു പുറപ്പെട്ടു. വാപ്പ പിന്നെ മകനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ ബസ്സിൽ കയറി വാപ്പ ഉദ്ദേശിച്ച ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ആ മകൻ പോകുന്ന യാത്രക്കിടയിൽ അവന്റെ കൂട്ടുകാരന്റെ വാപ്പ ആ മകന്റെ ബൈക്കിന് കൈയാട്ടി. ആ മകൻ ബൈക്ക് നിർത്തി. കൂട്ടുകാരന്റെ വാപ്പ ചോദിച്ചു, അല്ല മോനെ, നല്ല പുതിയ ബൈക്കൊക്കെ ആണല്ലോ. അവൻ പറഞ്ഞു, വാപ്പ വാങ്ങി തന്നതാ. ഈ എവിടുക്കാ പോന്ന്? അങ്ങനെയൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങിയതാ. എന്നാ ഈ ഒരു കാര്യം ചെയ്യ്, ഇന്നെ ഒന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിത്താ എന്ന് ആ സുഹൃത്തിന്റെ, തന്റെ കൂട്ടുകാരന്റെ, ചങ്കായ കൂട്ടുകാരന്റെ വാപ്പ ആവശ്യപ്പെട്ടപ്പോ ഒരു മടിയും കൂടാതെ ആ ആളെയും കൂട്ടി അവൻ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിലേക്ക് ആ വാപ്പനെ ഇറക്കുമ്പോ വേർത്തൊട്ടി, ശരീരമാസകലം വേർപ്പിൽ കുളിച്ച്, ഒരു വെള്ള തോർത്തുമുണ്ട്, ഒരു വെള്ള ടവല് തലയിൽ കെട്ടി ക്ഷീണിച്ച് നടന്നു വരുന്ന അവന്റെ വാപ്പ, ആ വാപ്പ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരക്ഷരം ശബ്ദിക്കാതെ വാപ്പയും ബസ് സ്റ്റാൻഡിലേക്ക് കയറി. ആ കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പനെ ബസ്സിലെ സ്റ്റാൻഡിൽ ഇറക്കി കൊടുത്തില്ലേ, താങ്ക്സ് ഉണ്ടടാ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി തിരിച്ചു പറഞ്ഞോലെ, എടാ, അതിനൊക്കെ ഒരു താങ്ക്സ് പറയണോ? എന്റെ ഫ്രണ്ട് അല്ലേ, എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയെ പോലെയല്ലേ. അപ്പൊ മക്കളെ, ആദ്യം ആ ബൈക്ക് വാങ്ങി തന്ന് ഒരായുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കുന്ന വാപ്പയും നിങ്ങളെ ആരാ? ഒരു ഫ്രണ്ടിന്റെ വാപ്പാന്റെ പരിഗണന പോലും സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാത്ത മക്കളാണെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മളെ രക്ഷിതാക്കളുടെ ത്യാഗ. ആ വാപ്പയും ഉമ്മയും അനുഭവിച്ച നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ആയുസിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് കരഞ്ഞ് കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും നമ്മൾ തയ്യാറാവും.